ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എല്ലോട് കൂടിയ 1.5 കിലോ പോർക്ക് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ സാദാ ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കാം. ഇതിനിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിനെ കുക്കറിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരും. ഇനി അടച്ചു വെച്ച് നമുക്ക് ഒരു 5 വിസിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പോർക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കിക്കാൻ നമ്മൾ ഒഴിച്ചതിലും കൂടുതൽ വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം നന്നായി വറ്റിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ഇട്ട മസാലയൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ പൊരിച്ച മസാല ഒരു 3 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫ്രൈക്ക്. ഇനി 2 സ്പൂൺ വിനാഗിരിയും, ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അല്പം ഉപ്പും ഞാൻ ഇടുന്നുണ്ട്. വെച്ച് പോർക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പം അതിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പോർക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണയെ എടുക്കുന്നുള്ളൂ. 5-6 തവണയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇത് അധിക നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് വെന്തതാണ്. അധികം ഫ്രൈ ആയാൽ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിപ്പോവും. ഇനി ഇതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 1.5 കിലോ പോർക്ക് ഇത്രയേ ഉള്ളൂ എന്ന്. ഞാൻ 5 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഓരോ തവണ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴും അപ്പോൾ തന്നെ പകുതിയോളം തീരുന്നുണ്ട്. മക്കൾക്ക് അത്രയും പ്രിയപ്പെട്ടൊരു ഡിഷാണിത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിയിട്ടിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അതിന് പച്ച നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി 2 വലിയ സവാള നേരിയതായി അരിഞ്ഞതിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഇതിന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പോർക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയാൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്